നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ലൗട്രോ മാർട്ടിനസ് ഇല്ല എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇപ്പോൾ യൂറോപ്പിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ മിക്ക താരങ്ങളുമുണ്ട്. ഈവൺ MLS കളിച്ച ലയണൽ മെസ്സി വരെയുണ്ട്. മെസ്സിയെ ഉൾപ്പെടുത്താനുള്ള കാരണം പറഞ്ഞത് കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തിന് കീഴിൽ അർജന്റീന കിരീടം ചൂടിയെന്നും MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടിയെന്നൊക്കെയാണ്. എന്നാൽ ലൗട്രോ മാർട്ടിനസ് ഇന്റർ മിലാനിൽ പൊളിച്ചടുക്കി മികച്ച പ്രകടനം നടത്തിയത് മാത്രമല്ല, കോപ്പ അമേരിക്ക അർജന്റീന നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു, ടോപ്പ് സ്കോററായി. എന്നിട്ടും അദ്ദേഹത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ഇപ്പോൾ ഇന്ററിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മൊറാറ്റ തന്നെ അക്കാര്യം പറയുന്നു. ഇത് അത്ഭുതകരമാണ്, നിരാശജനകമാണ്. ലൗട്രോ തീർച്ചയായിട്ടും കൂടുതൽ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. മൊറാറ്റ പറയുന്നു, തീർച്ചയായിട്ടും ഇത് സർപ്രൈസിങ് ആണ്, അതുപോലെ ഡിസപ്പോയിൻറ്റിങ്ങുമാണ്. എന്തുകൊണ്ട് ഒരു എക്സെപ്ഷണൽ സീസണിന് ശേഷം അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ലൗട്രോ തീർച്ചയായിട്ടും കൂടുതൽ റെസ്പെക്റ്റ്, അതുപോലെ ഗ്രേറ്റർ റെക്കഗ്നീഷൻ ഒക്കെ അർഹിക്കുന്നുണ്ട്. ഈ ഒരു എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്പേഴ്സോ അല്ലെങ്കിൽ സക്സസ്സോ അതിനെ മാത്രം ഇഗ്നോർ ചെയ്തു എന്നുള്ളതല്ല, കളിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെയും ഇവർ മറക്കുകയാണ്, ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബാഡ് സൈനാണ്. തീർച്ചയായിട്ടും മികച്ച പ്രകടനം നടത്തിയ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള താരങ്ങൾ അതിനനുസരിച്ച് റിവാർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ മറോറ്റ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ അഭിപ്രായം. ഈവൻ MLS കിരീടം ചൂടിയതിൻ്റെ പേരിൽ ലിയോ മെസ്സി ഉൾപ്പെടുത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലൗട്രോയെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.